അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, മനുഷ്യർ വ്യത്യസ്തങ്ങളായ മാനസിക സംഘർഷങ്ങളുള്ളവരാണ്. ചെറുതും വലുതുമായ പ്രയാസങ്ങളിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ് നമ്മിൽ പല ആളുകളും. അല്പസമയം കടപ്പുറത്തോ പാർക്കിലോ അതല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ആശ്വാസം നൽകുന്ന ഇടങ്ങളിലോ പോയി അല്പം വിശ്രമിക്കുമ്പോൾ മനസ്സമാധാനം ലഭിക്കുമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് മനസ്സിന് സമാധാനം നൽകുന്ന ഏറ്റവും നല്ല ഗേഹമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ പള്ളികളാണ്. ആ പള്ളികളിലേക്ക് അഭയം പ്രാപിക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനത്തോടുകൂടി തിരിച്ചിറങ്ങാൻ സാധ്യമാകും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നമ്മെ ഉണർത്തുന്നുണ്ട്: ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയുദ്കറ ഫീഹാ ഇസ്മുഹു വയുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഉദുവി വൽ ആസാൽ. പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന, അതുപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനങ്ങൾ, ആ ഭവനങ്ങളിലേക്ക് ഓടിയെത്തുന്ന ആളുകളെ സംബന്ധിച്ച് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അവർക്ക് അവരുടെ കച്ചവടങ്ങൾ, അവരുടെ ബിസിനസ്സുകൾ, അതെല്ലാം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തി സമാശ്വാസം ലഭിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തിൽ പറയുന്നത്. അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്, അവൻ്റെ സ്മരണയിലേക്ക് ഓടിയെടുക്കുന്ന ആളുകൾ, അതിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത് നാളെ പാരത്രിക ലോകത്ത് അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങൾ ഓർത്തിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തതകല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും തള്ളിപ്പോകുന്ന അല്ലെങ്കിൽ വിഭ്രാന്തിയിലായി പോകുന്ന ആ ദിവസത്തിന് സുരക്ഷയേകാൻ ഇന്ന് മനസ്സിന് സമാധാനം നൽകുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ചേക്കേറുന്ന ആളുകളെ സംബന്ധിച്ചാണ് അള്ളാഹു ഇവിടെ വിശാലമായി നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളികൾക്കുള്ളിലെ ഇഅ്തികാഫിനെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മനസ്സമാധാനത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഓടി അണയുമായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു പോകുന്നത് പരിശുദ്ധമായ റമദാനിലൂടെയാണ്. ഈ റമദാനിൻ്റെ രാത്രികളിൽ ഇഅ്തികാഫ് ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സർവശക്തനായ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ച് മനസമാധാനം നേടാൻ വേണ്ടി കുറച്ച് സമയം ഇഅ്തികാഫ് ഇരിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ അവസാനമാകുമ്പോൾ വിശ്വാസികളിൽ അധികം ആളുകളും പള്ളികളിൽ രാത്രികളിൽ ഇഅ്തികാഫ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ അവരുടെ ജീവിത വ്യവഹാരങ്ങളിലെ, കച്ചവട ഇടപാടുകളിൽ, അതുപോലെ ബിസിനസ്സുകളിൽ ഒക്കെ ജീവിതത്തെ ധന്യമാക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി സ്വസ്ഥമായ മനസ്സോടുകൂടി അള്ളാഹുവിനെ ധ്യാനിക്കുക എന്ന ആഗ്രഹത്തോടു കൂടി റമദാനിൻ്റെ അവസാനത്തെ പത്തുകളിൽ പള്ളിക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്ന മുത്തഖീങ്ങളായ ആളുകളെ നമുക്ക് എല്ലാ വിഭാഗങ്ങളിലും കാണാൻ സാധിക്കും. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10 രാത്രികൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളിലൂടെ നാം ഒന്ന് കയറി ഇറങ്ങിയാൽ
അവിടെ പക്ഷാന്തരങ്ങളില്ലാതെ ഏത് വിഭാഗത്തിൻ്റെ പള്ളികളായാലും അതൊക്കെ സജീവമായി വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇഅ്തികാഫിൻ്റെ ആ സരണി പിന്തുടർന്നുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയ പത്നിമാരും അവസാനത്തെ 10 രാത്രികളിൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ സംഭവിക്കുന്ന അനവധി തെറ്റുകളുണ്ട്. ചിലപ്പോഴൊക്കെ അറിഞ്ഞും പാപങ്ങൾ സംഭവിച്ചു പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വൈവാഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ ഒക്കെ പറയാൻ പാടില്ലാത്തത് പറയുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന മാനസിക സംഘർഷം, ജനങ്ങളുടെ മുന്നിൽ നമ്മൾ ഇളിഭ്യരാകുന്ന പ്രയാസകരമായ അവസ്ഥകൾ, ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് പ്രയാസപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്തും പുറത്തു തരുന്ന, എന്തും സ്വീകരിക്കുന്ന വിശാല ഹൃദയനായ ഗഫൂർ റഹീമായ കാരുണ്യവാനായ അള്ളാഹുവിലേക്ക് നാം ഓടി അടുക്കുക എന്നുള്ളതാണ്. അത് ഈ റമദാനിൻ്റെ അവസാനത്തെ 10 രാത്രികളിൽ സജീവമാക്കുന്നതോടുകൂടി നമുക്ക് വലിയ വലിയ പുണ്യം ലഭിക്കുന്നു എന്നതിനപ്പുറം ഈ ലോകത്തെ ജീവിതത്തിൽ മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയതുപോലെ സമയം ലഭിക്കുമ്പോഴൊക്കെ പള്ളിയുമായി ബന്ധപ്പെടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയുമായി ഹൃദയബന്ധമുള്ള ഒരു വിശ്വാസിക്ക് നാളെ അർശിൻ്റെ തണൽ നൽകപ്പെടുമെന്ന ഹദീസ് നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. പള്ളിയുമായി ഹൃദയബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളിൽ നാം ഓവുചാലിൻ്റെ മുകളിലോ പാർക്കുകളിലോ അതല്ലെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കുമെന്ന് നാം ആഗ്രഹിക്കുന്ന മറ്റിടങ്ങളിലോ പോയി സ്വസ്ഥമായി ഇരിക്കുന്നതിനേക്കാൾ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്വിതരായി നമ്മുടെ പ്രയാസങ്ങൾ എണ്ണിപ്പറഞ്ഞ് മനസ്സും അള്ളാഹുവിൻ്റെ ആ സാമീപ്യവും ഒരുമിച്ച് കൂടുമ്പോഴുണ്ടാകുന്ന മാനസികമായ ആ ഉല്ലാസം, മാനസികമായി ലഭിക്കുന്ന ആ ദൈവസ്മരണ, അതിലൂടെ ലഭിക്കുന്ന ഒരു ഹൃദയ വിശാലത, അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതിനേറ്റവും നല്ല ഒരു മരുന്നാണ്, അല്ലെങ്കിൽ ഒരു പ്രവർത്തന ശൈലിയാണ് ഇഅ്തികാഫ് ഇരിക്കുക എന്നത്. അത് റമദാനിൽ മാത്രമല്ല, എല്ലാ ദിനരാത്രങ്ങളിലും സാധ്യമാക്കാം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ അതിന് സാധ്യമാക്കി നമ്മെ കാണിച്ചിരുന്നത് റമദാനിൻ്റെ അവസാനത്തെ 10 രാത്രികളാണ്. അത് നമ്മിൽ നിന്നിങ്ങനെ ഓരോ ദിനങ്ങളും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അവശേഷിക്കുന്ന രാത്രികളെ ഇഅ്തികാഫുകളെ കൊണ്ട് സജീവമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.